കേരളത്തിന് എന്നും പരാതിയും പരിഭവവും മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈ കരച്ചിൽ അവസാനിക്കുകയുമില്ല. ഒരു ബജറ്റ് കൂടി വന്നപ്പോൾ വീണ്ടും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതെ, നമ്മുടെ ധനമന്ത്രി ബാലഗോപാലൻ കരച്ചിലും പിടിച്ചു, എന്നും കരച്ചിലും. കേന്ദ്രത്തിനെ പിടിച്ചു, പത്രക്കാരെ നിങ്ങളൊന്ന് പറ കേന്ദ്രത്തിനോട്. ഇവർ പിന്നെ എന്തിനാ KV തോമസ് എന്ന് പറഞ്ഞ ഒരാളിന് 1 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്? അയാളെ പിൻവലിക്കൂ ആദ്യം. നിങ്ങൾ പത്രക്കാരോട് ഇങ്ങനെ കേണപേക്ഷിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ തന്നെ സമർത്ഥരായ നിങ്ങൾ കേന്ദ്രം എന്ത് നടപ്പാക്കിയാലും ഉടനെ ഒരു പ്രമേയം പാസ്സാക്കി അങ്ങോട്ട് വിടില്ല. പാലസ്തീൻ പ്രശ്നമായാലും നിങ്ങളൊരു പ്രമേയം ഏകകണ്ഠമായിട്ട് കോൺഗ്രസും കൂടെ ചേർന്ന് അങ്ങോട്ട് പറത്തി വിടുകയല്ലേ? ആ നയം തന്നെ അങ്ങ് പിന്തുടർന്നാൽ പോരെ? ചുമ്മാ ഭരണവും സമരവുമായിട്ട് നമുക്ക് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ ലംഘനങ്ങൾ, ജനാധിപത്യ ലംഘനങ്ങൾ, ഫാഷിസ്റ്റ് നയങ്ങൾ, മനുവാദങ്ങൾ ഒക്കെ നമുക്ക് തകർക്കണ്ടേ? അവരുടെ സഹായം നമ്മൾ വാങ്ങിക്കാമോ? വേർപ്പിക്കണം. ഒന്നും വേണ്ട. നിങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ഭരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സ്റ്റാലിനെ കണ്ടുപിടിക്കൂ. രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയം, വികസന കാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് വാങ്ങിക്കും, കിട്ടും. കഴിഞ്ഞ തവണ ഒരു പ്രകൃതി കാറ്റടിച്ചപ്പോൾ അപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. അതിന് കഴിവ് വേണം. തമിഴ്നാട്ടിൽ ഇങ്ങനെ പരാതി പരിഭവമൊന്നുമില്ല, ഒരു പരിഭവവും ഇല്ല. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തന്നെ അറിയില്ലേ, വളരെ വ്യക്തമായിട്ട് TP സെൻകുമാർ കണ്ടുപിടിച്ചതാണ്. അതായത് സെക്രട്ടേറിയറ്റിനകത്ത്, ഞാൻ പറയുന്നതല്ലിത്, സെക്രട്ടേറിയറ്റിനകത്തൊരു ലോബിയുണ്ട് തമിഴ്നാടിനെ സഹായിക്കാൻ. അവർക്ക് വേണ്ട പണം തമിഴ്നാട് ഗവൺമെൻറ് കൊടുക്കും. കാര്യം സാധിക്കാൻ അങ്ങനെയാണ്. അവർക്ക് ഇവിടെ KV തോമസ് ഒന്നും വേണ്ട, അവിടെ ലൈസൺ ഓഫീസറൊന്നും വേണ്ട. അവർക്ക് കേന്ദ്രത്തിൽ ധനമന്ത്രി അവർ പാടിയത് തന്നെ തിരുക്കുറളിലെ ഒരു ലൈൻ പാടിക്കൊണ്ടാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തിരുക്കുറളിലെ ഒരു ലൈൻ പാടിക്കൊണ്ടാണ് അവിടെ ബജറ്റിനിടയ്ക്ക് വന്നു. തമിഴിലാണ്. അപ്പോൾ അവിടെ വരെ തമിഴിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സ്വാധീനം വരികയാണ്. അവർക്കതറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. അതിന് വേണ്ടുന്ന ആസൂത്രണങ്ങളൊക്കെ അവർ പല തലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാടിനൊരു പരാതി ഉണ്ടായിട്ടില്ല, കർണാടകത്തിന് പരാതി ഉണ്ടായിട്ടില്ല, ആന്ധ്രാപ്രദേശിന് കിട്ടിയില്ലെന്ന് കേരളത്തിന് പരാതി ഉണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിന് ആ പരാതിയില്ല. ഇപ്പോൾ പരാതി ബീഹാറിന് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് പരാതി. എന്ന് മാത്രമല്ല, നിർമ്മലാ സീതാരാമൻ അത് ഉടുത്തിരുന്നത് മധുബനി സാരി, ബീഹാറിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു സാരിയാണ്. ആ ചിത്രം മധുബനി സാരിയുടെ മധുബനി കലാകാരൻ ഡിസൈൻ ചെയ്ത ആ ഡിസൈനുകളോട് കൂടിയ സാരിയാണ്, ഡിസൈനർ സാരിയാണ് അവരുടുത്തിരുന്നത് എന്നുള്ളതാണ്. മധുബനി പെയിൻറ്റിംഗ് ആണ്, സാരിയല്ല, സാരി നിർമ്മാണമല്ല അവരുടെ ജോലി. മധുബനി പെയിൻറ്റിംഗ് ഉൾക്കൊണ്ട ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. എത്രയും പേര് 1 മണിക്കൂറിൽ 1.5 മണിക്കൂറിൽ അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണല്ലോ. അവിടെ മധുബനിക്ക് ബീഹാറിന് അവിടെ ഒരു പരിഗണന കിട്ടി. കേരളത്തിന് ഒരു പരിഗണനയും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജോർജ് കുര്യനാണ്, സുരേഷ് ഗോപി അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. ജോർജ് കുര്യൻ പറഞ്ഞത് മറ്റ് ബീഹാർ പോലെ അതിൻ്റെ പിന്നോക്കാവസ്ഥ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തു കണക്ക് സഹിതം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊരു വാസ്തവമാണ് കേട്ടോ. നമ്മളിത് പരിഹസിക്കും ജോർജ് കുര്യനെയെങ്കിലും. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അറിയാമല്ലോ, വിജയനാഥന് അധ്യാപകനായിരുന്നല്ലോ. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ ഈ സ്പെഷ്യൽ കോച്ചിങ്, ട്യൂഷൻ ഇങ്ങനെയൊക്കെ കൊടുത്ത് കുറേ പേരെ അങ്ങ് ഡോക്ടർമാരാക്കി അല്ലെങ്കിൽ IASകാരാക്കി ആ രീതിയിലേക്കല്ല അവർ പോകുന്നത്. പിന്നെയോ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെയും മുന്നോക്കം കൊണ്ടുവന്ന് എല്ലാവരെയും സമന്മാരാക്കുക. അത്തരം ഒരു പരിപാടിയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നടക്കുന്നത്. ട്യൂഷന് പോകണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ അധ്യാപകർ പറയും വേണ്ട, ട്യൂഷന് പോകണ്ട, ഇവിടുത്തെ അധ്യാപകർ ക്വാളിഫൈഡ് അധ്യാപകരുമാണ്, വേണ്ട, കോച്ചിങ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ പ്രത്യേകമല്ല, എല്ലാവരെയും ഒരുമിച്ച്. സബ്കാ വികാസ് അതാണ് അതിൻ്റെ വാക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം സബ്കാ വികാസ്. അപ്പോൾ കേരളം പോലെ ഭാഗ്യം, കേരളത്തിൻ്റെ ഈ മുന്നാക്ക അവസ്ഥ എന്ന് പറയുന്നത് ഇടതു മുന്നണിയുടെ മാത്രം അവരും സംഭാവന വഹിച്ചിട്ടുണ്ട്, കോൺഗ്രസും സംഭാവന നൽകിയിട്ടുണ്ട്. രാജഭരണകാലത്തിൻ്റെയും കൂടി ഒരു തുടർച്ചയാണ്. നിങ്ങളത് നിഷേധിക്കുമെങ്കിലും. അപ്പോൾ ആ ഒരു തുടർച്ച ഉള്ളതുകൊണ്ട് കേരളം ഭാഗ്യവശാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഇന്ത്യയെ എല്ലാം കൂടി നോക്കുമ്പോൾ എവിടെയാണ് നമുക്ക് കുറവുകൾ വന്നിട്ടുള്ളത് അവിടെയൊക്കെ അത് പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള നയങ്ങളാണ് സ്വീകരിക്കുക. തീർച്ചയായിട്ടും ബീഹാറിന് കൂടുതൽ കൊടുത്തത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നുണ്ടായിരിക്കും. പിന്നെ ആരാ ഈ തന്ത്രങ്ങളൊക്കെ സ്വീകരിക്കാതിരിക്കുന്നത്? കേരളത്തിൽ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള തന്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിച്ചൊരു ജില്ല തന്നെ കൊടുത്തില്ലേ? അതുപോലെയുള്ള തന്ത്രങ്ങൾ, അത് പക്ഷേ വർഗീയമായിട്ടുള്ള തന്ത്രങ്ങളല്ല, രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങൾ അവർ ചെയ്തിരിക്കും. പിന്നെ നിങ്ങളീ പറയുന്നത് പോലെ കേരളത്തിനൊന്നുമില്ല എന്ന് പറയുമ്പോൾ
കേരളത്തിൽ എന്താ മിഡിൽ ക്ലാസ് ഇല്ലേ? കേരളത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് തന്നെ മിഡിൽ ക്ലാസ് ഇക്കോണമിയാണ്. കേരളത്തിലെ മധ്യവർഗത്തിൻ്റെയാണ് ഈ പുരോഗമനവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ എത്രയോ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ മിഡിൽ ക്ലാസ്സിനെല്ലാം കൂടിയാണ് വർഷം 80,000 രൂപ ഇപ്പോൾ ബോണസ് കിട്ടിയതുപോലെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവരെ 12 ലക്ഷം രൂപ വരെയുള്ളവരെ എല്ലാ ടാക്സ് നെറ്റിൽ നിന്നും ഒഴിവാക്കി. ഇല്ലേ? അതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിലെ ആളുകൾക്കില്ലെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ആളുകൾ പോട്ടെ, കേരളത്തിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്കില്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ കർഷകർക്ക് മൊത്തത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടല്ലോ, കാർഷികോത്പാദനം കൂടാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് അത് പ്രയോജനപ്പെടുകയില്ലേ? അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് ഇതെല്ലാം ജനറലായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെ കേരളത്തിൽ ലഭിക്കുന്നതാണ്. പിന്നെ സ്പെസിഫിക് ഇൻപുട്സിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വരുന്നത് ഈ ബജറ്റിൽ നിന്നല്ല, ബജറ്റിന് ശേഷം വരുന്ന കണക്കുകളിൽ നിന്നാണ്. അല്ല, നിങ്ങൾ ചുമ്മാ രാഷ്ട്രീയം കളഞ്ഞ കേരളത്തിനൊന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറയേണ്ട കാര്യമില്ല. സംസ്ഥാനത്തിൻ്റെ വിഹിതം തന്നിട്ടുണ്ട്, കണക്കാക്കി തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു കുഴപ്പം വരാൻ പോകുന്നത്, ഒരടി കിട്ടും ഇതിൻ്റെ പിന്നിൽ. കാരണം ടാക്സ് നെറ്റിൽ നിന്ന് 12 ലക്ഷം രൂപ ഉള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ വകയിരുത്തിയിട്ടുള്ള തുക, ഫിനാൻസ് കമ്മീഷൻ വകയിരുത്തിയിട്ടുള്ളത് 27,000 കോടിയോളമാണ്. എൻ്റെ ഓർമ്മ കൃത്യമായ കണക്കല്ല, 27,000 കോടിയോളമാണ്. ആ 27,000 കോടിയിൽ പകുതിയോളം, അതായത് കൃത്യമായി പറഞ്ഞാൽ 10,000 കോടിയോളം രൂപ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്ത, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആദായ നികുതിയിൽ നിന്നാണ് ഈ 10,000 കിട്ടിയിട്ടുള്ളത്. 10,000 കോടി കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് കേരളത്തിൽ നിന്ന് എത്രമാത്രം ആദായ നികുതി പിരിക്കപ്പെടുന്നുവോ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ കണക്കാക്കിയാണ് ഈ വിഹിതം നിശ്ചയിക്കുന്നത്. അല്ല ചുമ്മാതെ വെറുതെ അവന് ഇത്ര കൊടുക്കുക, കേരളത്തിന് ഇത്രയും കൊടുക്കുക, ബീഹാറിന് ഇത്രയും കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടാക്സ് ബെനിഫിറ്റ് എത്രമാത്രം ആദായ നികുതി വരുമാനം കിട്ടിയോ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ ഇത്ര ശതമാനം, ബീഹാറിനും അത് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ശതമാനം കൂടെ കൊടുക്കും. ഈ ശതമാനം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആണ് 27,000 വരുന്നത്. അതില്ലെങ്കിൽ ഇപ്പോൾ ഇത് കുറയും, ഓരോരുത്തർക്ക് 80,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൻ്റെ ടാക്സ് നെറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു 8,000 കോടി രൂപയെങ്കിലും അത് നഷ്ടപ്പെട്ടു. അപ്പോൾ 27,000 കോടി എന്നുള്ളത് അതിൽ നിന്ന് 8,000 കൂടെ പോയാൽ 19,000 കോടി രൂപ അല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനൊരു കുറവ് വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. അതിനിപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളിപ്പോൾ ഈ വേറെ ടാക്സ് മുഴുവനും കൂടെ പിടിച്ചാലും കിട്ടുന്നില്ല, പിടിച്ചാൽ പിടികിട്ടില്ല. അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം. അതുതന്നെയാണ്, നിക്ഷേപങ്ങൾ വരണം. ഇപ്പം നമുക്കിപ്പോൾ കോയമ്പത്തൂർ ഒരു ഇടനാഴി ആരംഭിക്കാൻ വേണ്ടി സൗകര്യം തന്നിട്ടുണ്ട്. അത് പരമാവധി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. അല്ല ഈ ബ്രൂവറിക്കൊന്നും പോയിട്ട് കാര്യമില്ല, അത് വിവാദങ്ങളിൽ തട്ടി അതില്ലാതായി പോവും. അപ്പോൾ ഇടനാഴികൾ ഉണ്ടാക്കണം, വ്യവസായ ഇടനാഴികൾ. അവിടെ ഒരു വ്യവസായമല്ല വരേണ്ടത്, ഒരുപാട് വ്യവസായങ്ങൾ, അനുബന്ധമായ വ്യവസായങ്ങൾ. എയിംസിൻ്റെ കാര്യം ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതും സ്ഥലം വലിയൊരു പ്രശ്നമാണ്. റെയിൽവേ ആയാലും സ്ഥലം വലിയ പ്രശ്നമാണ്. അതവിടെ ഇരിക്കട്ടെ, എയിംസ് വന്നാലും ഒന്നും വലിയ നേട്ടം സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ഈ കോറിഡോറുകൾ സ്ഥാപിക്കണം കഴിയുന്നത്ര. തമിഴ്നാട് ഗവൺമെൻറ്, പല ഗവൺമെൻറ്റുകളും അതിൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു നിർദ്ദേശം, നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ല മിടുക്കന്മാരായിട്ട് ആൾക്കാരുണ്ട്. അവരുടെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ സംരംഭകത്വം നടത്താൻ അവർ തയ്യാറാവാൻ ഉള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊരു വരുമാനവും ആവും. അതൊക്കെ നമ്മൾ ഈ പുതിയ കാലത്തിനനുസരിച്ച് മാറണം. ആ സംരംഭകത്വം അവരിൽ വളർത്തിയെടുക്കാനും അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് മാർക്കും ഒക്കെ കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണനയും നൽകി അവരെ നല്ല സംരംഭകരാക്കി കൊണ്ടുവന്നാൽ അവരിങ്ങനെ തൊഴിൽ അന്വേഷിച്ച് വിദേശത്തേക്കും പോയിട്ട് കുടിയേറുന്ന ആൾക്കാരാവുകയല്ല. ഇവിടെ കുറേ പേർക്ക് അവർ തൊഴിൽ കൊടുക്കും. തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അതേ ഇനി മാർഗ്ഗമുള്ളൂ. കേരളത്തിൽ വലിയ വ്യവസായശാലകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്ന രീതി വന്നാൽ, അല്ലെങ്കിൽ കുടിവെള്ളം വറ്റിക്കുന്ന തരത്തിൽ വന്ന പറ്റിയ സംസ്ഥാനമല്ല നമ്മുടെ ഇക്കോസിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേവന വ്യവസായങ്ങൾ, അതിന് സമാനമായിട്ടുള്ള വ്യവസായങ്ങൾ ഒക്കെ വേണം. ഇത് ആണവ നിലയം വരുന്ന അപ്പോൾ ഉടനെ എതിർപ്പുമായിട്ട് വന്നിരിക്കുക. ഇത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ലെന്ന് വിചാരിച്ച് ആൾക്കാരിങ്ങനെ, അതും ശരിയായിട്ടുള്ളൊരു നയപഠനം നമുക്ക് വേണം. വ്യവസായങ്ങൾ വന്നാൽ നമ്മുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൊക്കെ രസം പ്രശാന്ത് രഘുവംശം എന്ന് പറഞ്ഞ പ്രശസ്ത പത്രപ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ബജറ്റ് ഇത്രയും ആദായ നികുതി കുറച്ചപ്പോൾ അപ്പം മോദിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം.
അതായത് തൻ്റെ ഈ എന്താ പറയുന്ന പ്രഭാവം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ ഇമേജ് കൊണ്ടും ഇനി വോട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുള്ളി ഈ ടാക്സ് മധ്യവർഗക്കാർക്ക് കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ് പ്രശാന്ത് രഘുവംശം മോദിക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കേട്ടു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഉപദേഷ്ടാവായിട്ടങ്ങ് വെച്ചാൽ മതിയല്ലോ. എന്ത് പൊട്ടത്തരമായി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മോദിയുടെ അച്ചടക്കത്തോടു കൂടിയുള്ള ആ സാമ്പത്തിക ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ടാണ്, ഇച്ഛാശക്തിയും കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഊഴമായപ്പോഴത്തേക്കും ഈ 12 ലക്ഷം വരെ വരുമാനമുള്ളവരിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞത്. ആ അച്ചടക്കം, ആ ധനകാര്യ മാനേജ്മെൻറ്റാണ് കേരളത്തിന് ഇല്ലാതെ പോയതും കേരളത്തിൻ്റെ ദുരന്തത്തിന് കാരണവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.